മുൻ ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, താങ്കൾ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി നടത്തിയ പരിശോധനയൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ നിയമലംഘനങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല. നിർബാധം അവിടെയുള്ളവർക്ക് മൊബൈൽ ഫോൺ ആയാലും മറ്റ് ലഹരി വസ്തുക്കളായാലും ഒക്കെ കിട്ടുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഗോവിന്ദച്ചാമി ചാടിപ്പോയതിൻ്റെ കഥ നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് ചർച്ച ചെയ്തത്. അതിനുശേഷവും ഇതാ വീണ്ടും മൊബൈൽ ഫോണൊക്കെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. യഥാർത്ഥത്തിൽ ജയിലിന്റെ നിയന്ത്രണം ജയിലർമാർക്കും ജയിലിന്റെ സൂപ്രണ്ടിനുമായിട്ട് കൈമാറ്റം ചെയ്യണം. ജയിലിന്റെ നിയന്ത്രണം ജയിലിന് പുറത്തുള്ള ആളുകളെ നടത്തുന്നത്. അവരത് നടത്തിക്കുന്നത് ജയിലിന്റെ അകത്ത് കിടക്കുന്ന ആളുകൾക്ക് കൂടുതൽ ദുർസ്വാതന്ത്ര്യം കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അകത്ത് കിടക്കുന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും പരോള് കിട്ടും എന്നൊരു തോന്നലിലാണ്. അവരെ ഭയപ്പെട്ടിട്ടാണ് ജയിലർമാർ പോലും ജയിലിനകത്ത് മൂവ് ചെയ്യുന്നത്. ഒരു സെല്ലിൽ കിടക്കുന്ന ഒരു വ്യക്തി മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യണമെങ്കിൽ മൂവ്മെന്റ് രജിസ്റ്ററിലെ അവർക്ക് സ്വതന്ത്രമായിട്ട് പോകാൻ പറ്റുമോ? അവരുടെ എല്ലാ സ്ഥലത്തും ക്യാമറകൾ വെച്ചിരിക്കുന്നേ. അവർക്ക് ദുരുപയോഗം ചെയ്യത്തക്ക വിധത്തിലുള്ള എന്തെങ്കിലും സാഹചര്യമുണ്ടോ? പക്ഷേ അധികൃതരായിട്ടുള്ള ആളുകൾ എല്ലാവരും കണ്ണടയ്ക്കുന്നത് കൊണ്ടും ഈ ആളുകളെ നമ്മളുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് ഭയമാണ് എന്നുള്ളത് കൊണ്ടും അവർ അവിടെ ദുസ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരും ജയിലർമാരെ ജയിൽ പുള്ളികളായിട്ടല്ല, ജയിലിലെ യജമാനന്മാരായിട്ടാണ് പെരുമാറുന്നത്. അവർ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമില്ല. അവർ വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ കൂടുതലുമാണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ നിയമസമാധാനത്തെക്കുറിച്ച് ഗവൺമെന്റ് ആലോചിക്കുന്നെങ്കിൽ ഗവൺമെന്റിന്റെ കസ്റ്റഡിയിലുള്ള ജയിൽ കറക്റ്റ് ആകണ്ടേ. മാത്രമല്ല, ആ ജയിലിനകത്ത് ഇട്ടിരിക്കുന്ന എന്തിനാണ്? കറക്ഷണൽ മെത്തേഡ് ഉണ്ട്. അതാണ് ജയിൽ വകുപ്പ് എന്ന് പറഞ്ഞാൽ ജയിൽ മാത്രമല്ല, കറക്ഷണൽ മെത്തേഡ് കൂടിയാണ്. ആ എന്ത് കറക്ഷനാണ് അവിടെ നടക്കുന്നത്? ആവശ്യപ്പെടുമ്പോഴൊക്കെ അവർക്ക് പരോള് കിട്ടിയല്ലേ? അവർക്ക് സ്വതന്ത്രമായി അവിടെ നടക്കാൻ പറ്റിയല്ലേ? കണ്ണൂർ ജയിലിൽ രക്തസാക്ഷി മണ്ഡപം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ആ ജയിലിനകത്ത് അതത് ദിവസം വർത്തമാന പത്രങ്ങൾ അവിടെ ഒട്ടിച്ചു വെക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. 69 കൊലയാളികളെ ഒരു ജയിൽ സെല്ലിനകത്ത് തന്നെ ഇട്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടതാണ്. അതാണ് താങ്കൾ പരിശോധന നടത്തുന്ന സമയത്ത് ഞാനും അവിടെ കണ്ണൂർ ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോഴും അതൊക്കെ നിർബാധം തുടരുന്നു എന്നാണ്. അനധികൃതമായി ഉണ്ടായിരുന്ന അടുക്കളയൊക്കെ തിരിച്ചു വന്നിരിക്കുന്നു. ഈ പോസ്റ്ററുകളുടെ മറവിൽ ഒക്കെ ഈ മൊബൈൽ ഫോൺ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മാത്രമല്ല, ഈ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ സമയത്ത് പരിശോധന നടത്തും വ്യാപകമായി എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിൽ 10ാം ബ്ലോക്കിൽ മാത്രമാണ് പരിശോധന നടന്നത്. ബാക്കി തടവുകാരോട് ചോദിച്ചിട്ട് പരിശോധന നടത്തിയാൽ മതി എന്നാണത്രേ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. തടവുകാരോട് ചോദിച്ചിട്ട് എന്ത് പരിശോധനയാണ്? എന്നാൽ പിന്നെ തടവുകാർ തന്നെ പരിശോധനയ്ക്ക് അവരെ അങ്ങ് ചോദനപ്പെടുത്തിയാൽ പോലെ. ഞാൻ പറഞ്ഞ നിയമം നമ്മളൊരു നിലയിൽ കൊണ്ടുവരുമ്പോൾ പിന്നീട് വരുന്ന ഗവൺമെന്റ് ആ നിലനിർത്തുന്നതിന് വേണ്ടി ശ്രമിക്കണം. ആ നിലനിർത്താൻ ശ്രമിച്ചില്ലെന്ന് വരികിൽ നിയമലംഘനങ്ങളുടെ ഘോഷയാത്ര നടക്കും. അതാണ് കണ്ണൂർ ജയിലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ഇനിയിപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവും ഇതുവരെ ഒന്നും നടന്നിട്ടില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല, നമ്മളിപ്പോൾ കൊടി സുനിക്കും സംഘത്തിനും കഴിഞ്ഞ ദിവസമാണ് മദ്യം വാങ്ങിക്കൊടുത്തതിന് അല്ലെങ്കിൽ മദ്യസൽക്കാരത്തിന് കൂട്ടുന്നതിന് പോലീസുകാർക്ക് സസ്പെൻഷൻ നടപടി ഉണ്ടായിരിക്കുന്നെന്ന വാർത്ത കൂടി വന്നത്. യഥാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളല്ലേ. ജയിലിനകത്ത് മദ്യപാനം നടത്തുന്നു. മദ്യപാനികളെ സ്ഥലത്ത് മദ്യപാനത്തിന് വേണ്ടി അവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്നു. അവരെ കൊണ്ട് കസ്റ്റഡി പ്രതികളെ കൊണ്ടുപോകുന്ന വഴിക്ക് ബാർ ഹോട്ടലിൽ കയറി അവർക്ക് ഇഷ്ടംപോലെ മദ്യപിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതൊക്കെ പോലീസ് പ്രൊട്ടക്ഷനിൽ തന്നെ നടക്കുന്നു എന്നുള്ളത് കേരളത്തിലെ ആരെയാണ് ഞെട്ടിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് ഇത് സിസ്റ്റത്തിൽ കൊണ്ടുവരണം. ആ സിസ്റ്റം പൊളിക്കുന്നത് ആരായാലും അവർക്കെതിരായിട്ട് നടപടി വേണം. എന്റെ അഭിപ്രായത്തിൽ ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയെ വെച്ച് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം. ആരാണ് കുറ്റവാളി എന്നതിനെ കുറിച്ച് നോക്കണം. അവിടുത്തെ ജയിൽ കമ്മിറ്റി ഉണ്ട്. ആ അഡ്വൈസറി കമ്മിറ്റി പിരിച്ചുവിടണം. എന്നിട്ട് അതിൽ ജുഡീഷ്യസ് മൈൻഡോട് കൂടി പെരുമാറുന്ന ആളുകളെ വെച്ച് അത് കൃത്യമായി നടപ്പാക്കണം. ഇതൊന്നുമില്ലെന്ന് വരികിൽ വരാൻ പോകുന്നത് കണ്ണൂർ ജയിൽ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ക്രിമിനൽ കുറ്റവാളികളുടെ വിളയാട്ടം നടക്കുന്ന സ്ഥലമായി മാറും. ഇപ്പോഴത്തെ സ്ഥിതി തുടർന്നുകൊണ്ടേയിരിക്കും. വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇതിലൊരു ജുഡീഷ്യൽ അന്വേഷണം വേണം എന്നതാണ് അദ്ദേഹം ഉയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം.